guys, assalamu alaikum. Welcome back to my channel. Good morning. Welcome back to my Shimik's channel. Hello. And now we are going to have our adipoli breakfast. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. So let's go. Okay, മതി. സൈഗുവിനെ നമ്മൾ അളവുകൾ പരിമിതമാക്കിയല്ലേ? ഗ്രീൻ പീസ് കറി. എന്താണ്? Good morning. ഫ്രഞ്ച് ടോസ്റ്റ്. പക്ഷെ തീരുമാനിച്ചിട്ടില്ലേ? ഫ്രഞ്ച് ടോസ്റ്റിലേക്ക് ചോക്ലേറ്റ്. സുനിന് അടിപൊളിയായിട്ട് അറിയാലോ നിനക്ക്. കൊള്ളാലോ, നീ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തല്ലേ? എന്തായാലും കൊള്ളാം. പക്ഷെ എന്താ അറിയണം, പൊട്ടിക്ക് സുനു പൊട്ടിക്ക് ഇങ്ങനെ 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 കാണിക്കാം. റോൾ ചെയ്യും. അമ്മയ്ക്ക് റോൾ ചെയ്യും. അല്ല, റോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ നല്ലോണം ഇതാവും. ആദ്യം ഇങ്ങനെ 2 കൊട്ട് വിട്ട് എങ്ങനെയാണ് എഗ്ഗിന്റെ പീൽ ചെയ്യണം. അല്ല, പതുക്കെ അത് റോൾ ചെയ്യും. ഇങ്ങടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങടാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യണം. കണ്ട റോൾ. ഇനി അത് പീലി. ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ടേബിളിലായി പോയി ഗൈസ്. അപ്പുറത്ത് ബഷീരിക്കണ നോക്കി. ഇവിടെ നീളത്തിലില്ല, ദേ മഷു. ഇവിടെ ഒരു സീറ്റ് ബാക്കിയുള്ളു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കാം. അവർ ആ സൈഡ്, ആ ബഷീർ ഇരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. പൊളിച്ചാത്തോലി. സുനു രാവിലെയാണ് മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ് സ്വീറ്റൊക്കെ കഴിച്ചാൽ ഹെൽത്തി ആയിട്ട്. ഞാൻ ഫസ്റ്റ് കുറച്ച് വെജീസ് എടുത്തു. മറ്റേ കുക്കുംബർ, സ്പ്രോട്ടഡ്, മറ്റേ കൺട്രോൾഡാണ്. എന്നാലും പക്ഷെ ഞാൻ ദോശ എടുത്ത് കണ്ട ഈ ബീന്, ലെറ്റ്യൂസ്. എന്താ സൈഗു എഗ് അല്ലേ? അവന് എഗ് ഞാനത് പീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നെ കാണിച്ചാ? ഇല്ലല്ലോ. എഗ് തിന്നണം നോക്കൂ കുട്ടി. ഭയങ്കര ക്ഷീണമായതുകൊണ്ട്. അല്ല, നല്ലതാണ്, പ്രോട്ടീനാണ്. ഞാൻ ഫൈബർ എല്ലാം കൂടി മിക്സ് ആക്കി തിന്നല്ലോ. എന്താ ലിപ്സ്റ്റിക്, എഗ്ഗിലെ ലിപ്സ്റ്റിക് വന്നത് സൈഗു. എന്നെ അപ്പം തന്നെ കാണിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ വെജീസ് കഴിച്ചു. മറ്റേ സ്പ്രോട്ടഡ്, നമ്മുടെ Sprouted beans. ഗ്രീൻ ഗ്രാം ചെറുപയർ, മുളപ്പിച്ച ചെറുപയറും കുറച്ച് ലെറ്റ്യൂസും കുറച്ച് കുക്കുംബറൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് തുടങ്ങി ഗ്രീൻ മുളപ്പിച്ചത്. അപ്പം ഗ്രീൻസ് കുറച്ച് കഴിച്ചിട്ട് പിന്നെ 2 ദോശയും കഴിച്ച് പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു എഗ്ഗും കഴിക്കും പ്രോട്ടീനായിട്ട്. ഓവറാവരുത്. എന്ത് കഴിച്ചാലും ഓവറാവാതെ മീഡിയത്തിൽ പോവാം. സൈഡിലൂടെ അതുപോലെ തന്നെ ഡിയപ്പോ കൊടുത്താൽ, അല്ലെങ്കിൽ സൈഡിൽ ചോക്കോസും അതൊക്കെ കഴിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം മഷുവും ബഷിക്കൊന്നും പറയാനുണ്ട്. അങ്ങോട്ട് വെക്കും. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫുള്ളൊരു ലെസൺ എടുത്തെന്ന് തോന്നുന്നു. ഗൈസ്, ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് കൺഫ്യൂഷൻ. എനിക്ക് ബുഫേ കണ്ട അപ്പോൾ തുടങ്ങും കൺഫ്യൂഷൻ, എന്ത് കഴിക്കണം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ പോണില്ല. ചോക്കോസ് കഴിക്കാം. ഐ മീൻ ഹെവി ആയിട്ട് കഴിക്കാനുള്ള ചോക്കോസ് വിതൗട്ട് ഷുഗർ. എബ്രു ദോശ കൊടുക്കാൻ നോക്കി കഴിക്കള്ള. ആസ് യൂഷ്വൽ ചപ്പാത്തി ഫാൻ ഈസ് ഈറ്റിംഗ്. പക്ഷെ ഇത് ഭയങ്കര കുറച്ച് ഹാർഡുള്ളതുകൊണ്ടിട്ട് കഴിക്കുമെന്ന് അറിഞ്ഞൂടാ. ദീദി ഒരു മഫിനാ, വാട്ട് ഈസ് എ മഫിൻ റൈറ്റ്? മഫിൻസ് അല്ലേ, കപ്പ് കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്.
ഓപ്പൺ ആക്കി തരാം. ഓപ്പൺ ആക്കി തരാം. ഓപ്പൺ ഇപ്പൊ കരയും. ഓപ്പൺ. ഫ്രണ്ടിനെ കാണിച്ചു തരാം. സൈഗരം മറന്നിട്ടില്ല സൈഗയുടെ ഫ്രണ്ട്. ഇല്ലല്ല ഫ്രണ്ട് അപ്പൊ തന്നെ പറഞ്ഞു. ഓർമ്മ ഉണ്ടാന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങോട്ട് ഒന്ന് തോന്നിയാ കുറെ നാളെല്ലാം കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചായിട്ട് കാണാന്ന് പറഞ്ഞു. അതാണ് വന്നത്. ഓക്കെ ഗൈസ് ലെറ്റ് മീ ഈറ്റ് ദിസ്. നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആൻഡ് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടെ ഹരിബരി ആക്കാനുണ്ടല്ലോ ഇവിടെ ഒരു മുതലാളി. വെറുതെ എന്തു കാര്യമല്ല വണ്ടി പറഞ്ഞ 1/2 മണിക്കൂർ ഇരുന്നു വെറുതെ ഹരിബരി ആക്കിക്കോളൂ. ഇറങ്ങി കുറച്ചുകൂടി ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. ആരെയൊക്കെ വേണ്ട കുറ്റം പറയാം. എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞു. സോ സ്ട്രേറ്റ് കൊടൈക്കനാലാണ് ഇപ്പൊ. ഇതാണ് എന്തോ പറ്റിയത്. ശശി എന്താ ചളി ചളി അതന്നെ. സോന കറക്റ്റ് മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്താന്ന്. ഈ ക്യാമറ വളഞ്ഞാണ്. ഓക്കെ എന്താണ് ഇവിടെ ഇത് നിർത്തിയല്ലേ പിന്നെ അതന്നെ എല്ലാത്തിനും സ്റ്റോറി എടുക്കലും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വേണ്ടി കൊടുത്തു പോകുമ്പോ അപ്പൊ വീട്ടിലിരുന്നാ പോരെ സ്റ്റോറി ഇതുണ്ടാവും. ഞാൻ പറയണമെന്ന് കേൾക്കരുത്. ഇത് വേണ്ട ഞാൻ പറഞ്ഞെന്താ നിങ്ങൾ അതിന് റീൽസ് എടുക്കാൻ വേണ്ടി കിട്ടണ്ടേന്ന്. ഞങ്ങൾ ലാസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. ഫുൾ ബിസിയാണ്. നിങ്ങളെന്താണ് രണ്ടെണ്ണം കൂടെ എന്നെ ഇങ്ങനെ മറ്റേ പേപ്പട്ടികളുടെ അടുത്ത് പാവം പൂച്ചക്കുട്ടിനെ കിട്ടിയ പോലെ ആര് പാവം അതന്നെ. സോനു സ്റ്റോറി പിക്സ് ഒക്കെ എടുക്കാതിരിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാ പോരെ അല്ലേ? അതന്നെ. നമ്മൾ പുറത്തു തന്നെ എന്തിനാ അതൊക്കെ എടുക്കാൻ? അല്ലെങ്കിൽ അവര് സ്ഥിരം എന്റെ സ്റ്റോറികൾ കണ്ടും മടുത്തിട്ടുണ്ടാവും. ആ പോകമില്ല ആ പോകമില്ല ആ പറമ്പ് ആ പറമ്പ് ആ വാതിക്കല മഴ. ഇത് തന്നെയാണ് എന്റെ പിടിപ്പിച്ചോണ്ട് സ്ഥിരം സ്റ്റോറി. പോയി എല്ലാം പോയി. പക്ഷേ സോ ഇനി അടുത്ത പ്ലാൻ നമ്മുടെ കോഴിക്കോട് നമുക്ക് പോണ വഴി എല്ലാം കാണിച്ചില്ലായിരുന്നു. ലാസ്റ്റ് വീഡിയോ കൂടെ എടുത്ത് കാണിക്കാന്ന് വേണ്ടിയിരിക്കരുത്. അല്ലെങ്കിൽ അതോട് കാണിച്ചെന്നാണ് ഗൈസ്. നല്ലുണ്ട് ഇത്. ബഷി എവിടെ നിന്നുണ്ടെന്നോ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവിടെ നമ്മുടെ വണ്ടി ഇട്ടേച്ച് അവരുടെ ഫ്രണ്ടില് ബ്ലോക്ക് വണ്ടി വരാഞ്ഞോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബ്ലോക്ക് ആകൂലേ നമ്മള് ഒരു മാനേഴ്സ് നമ്മുടെ എവിടെയെങ്കിലും പോയി. കണ്ടായിരുന്നു ഞാൻ ഇരിക്കാം. അതെന്തറിയോ ഞാൻ കൊടുത്തായിരുന്നില്ല രാവിലെ. ഞാൻ ഇരിക്കാൻ പോയ ചേരില്ല സുനു അപ്പൊ തന്നെ മാറ്റി. ഞാൻ തലടിച്ച് വീണേനെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ആ ലഗേജ് മൊത്തം ഒറ്റക്ക് ഞാൻ എല്ലാം പറക്കി പുറത്തു. എങ്ങനെ ലഗേജ് എടുത്ത് പുറത്ത് വെക്കും? അതുകൊണ്ടാണ് ആ ചേരി ഡോർ ഞാൻ ബ്ലോക്ക് ചെയ്ത്. നിങ്ങളിങ്ങനെ പറഞ്ഞു എന്നിട്ട് എന്റെ അപ്പൊ നിനക്ക് വൈഫൈയില് നീ അപ്പൊ ലാപ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? അപ്പൊ നിനക്ക് വൈഫൈ പാസ്വേഡ് അടിക്കാൻ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ നീ എനിക്കത് പാസ് ചെയ്ത്. അങ്ങനെയാണ് നീ ആ ലഗേജ് എടുത്ത് പുറത്തു വെച്ചത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നാലേ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അയ്യോ ഞാനാ ഇതെല്ലാം വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കണം മതി. നിങ്ങൾ കേൾക്കണമെന്ന് അവിടുന്ന് വെറുതെ പിള്ളേര് ബെസ്റ്റ് അതിനേക്കാൾ സുനു കേക്കണ്ട ക്രിഞ്ചടിക്കണ്ട. നീ അല്ലേ ക്രിഞ്ചിന്റെ ആള്. ഇതല്ലേ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. സോനു കഴിച്ചായിരുന്നോ? ഞാൻ പിന്നെയും പറയണത് നേരത്തെ സോറി ഗൈസ്. ഇനി ഞാൻ പറയുന്നത് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ പറഞ്ഞല്ലേ. എല്ലാവർക്കും കഥ അറിയാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അവര് അയ്യോ ഇത് പറയല്ലേ അറിയാം ഗ്രീഡി അത് ഇതല്ലേ. അവിടെ ഇരുന്ന് ചിരിക്കണായിരുന്നു. എന്താ പറയണ്ടേ ഞാൻ എന്തൊക്കെ കഴിക്കണേ. നീ എന്താ ചിരിച്ചില്ലേ? ഇല്ല
ഇല്ല ഞാനിങ്ങനെ കണ്ടിട്ടാ നീയല്ലേ പറഞ്ഞ സോനുന്റെ ബ്ലോഗ് 5.5 മണിക്കൂർ ഉണ്ടാവും ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടി വീഡിയോയിൽ പറഞ്ഞത് പോലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ അരമണിക്കൂർ ഞാൻ പറയാ ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഒന്ന് സെപ്പറേറ്റ് ഉണ്ടാവും പറഞ്ഞ് അരമണിക്കൂർ ഉണ്ടാവും പറഞ്ഞത് എന്തിനാ മാറ്റി പറയണേ എല്ലാവർക്കും ഡീറ്റെയിലായിട്ട് കണക്കല്ലേ മീനിങ് ഒരേതല്ലേ ഗ്രൂപ്പ് മാറിയല്ലേ അപ്പപ്പം മാറും അവള് തങ്ങളുടെ സ്വഭാവം ആ സൈഗു പിന്നെ ഉമ്മമാര് ഇപ്പൊ ഞാൻ കണ്ട ടീം കുറച്ചു എങ്ങനെയാണോ നിനക്കത് എനിക്കിട്ട് പണിയാണ് ഡാരുടെ കൂടെ എടുത്തിട്ട് എന്തോ പറഞ്ഞു. ടീമല്ലേ ആ അത് കിട്ടിയല്ല സമാധാനം പൊന്നുമ്മി ടീം സന്തോഷമായില്ലേ ആ കിട്ടിയത് വെച്ചിട്ടില്ല അപ്പൊ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് guys നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാത്ത ടൈമിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചോണ്ടിരിക്കും ഞങ്ങളുടെ പാര പണികള് ഇടികള് തൊഴികള് ഇതിന്റെ ഉള്ളിലേക്ക് എന്തായാലും ഇന്ന് വന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു വൈബായിരുന്നു ആക്ച്വലി ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ആയിരുന്നു ആക്ച്വലി നമ്മൾ വീട്ടിലിരുന്ന് സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തത് പക്ഷെ വി എൻജോയ്ഡ് എ ലോട്ട് അടിപൊളിയായിരുന്നു ഓൺ ദ വേ ഈ നമ്മളിങ്ങനെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നതൊക്കെ അല്ല വലിയ കാര്യം അത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ നമ്മളിങ്ങനെ ഓൺ ദ വേ വരുമ്പോ ആ ഒരു വൈബ് തിന്നണ എൻജോയ് ചെയ്യണേ സംസാരിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കണത് വൈബ് ഡാൻസ് എവറിത്തിങ് ഇത് പിന്നെ ഇടക്കിടക്ക് നേച്ചർ നോക്കിക്കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും അതില് നേച്ചർ മോനാണ് നേച്ചർ ഏലക്ക ഇതുണ്ട് ഏലക്കയുടെ തോട്ടം അപ്പൊ നമുക്കിനി ഡയറക്റ്റ് കൊടൈക്കനാലിലോട്ട് പോവാം അല്ലെ പോണ വഴിക്ക് നമുക്ക് തിന്നണത് കുടിക്കണത് എല്ലാം കാണിച്ച് അതാണ് മെയിൻ അത് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാം സൈഗു ആണെങ്കിൽ എന്ത് ഹാപ്പിയാണെന്ന് അറിയോ ഇന്നലെ മറ്റേ നൂഡിൽസ് ഡയറ്റ് എല്ലാം മാറിയല്ലേ ഓംലേറ്റ് നൂഡിൽസ് അതെല്ലാം ഇങ്ങനെ കഴിക്കാം അപ്പൊ ഞാൻ പറഞ്ഞേ ഇത്ര ദിവസം നമ്മ ഡയറ്റ് ചെയ്ത് ഞാനും കൺട്രോൾ ചെയ്ത ഞാൻ പിന്നെ ലിമിറ്റ് ആക്കിയാണ് കഴിക്കണം എല്ലാം കഴിക്കണുണ്ട് ലിമിറ്റ് സൈഗു അങ്ങനെയല്ല 2 ദിവസത്തിനുള്ളിൽ ഇത്ര ദിവസം ലിമിറ്റ് ആക്കി കഴിഞ്ഞ് ബുംന്നാവും ഇപ്പൊ തന്നെ ഒന്ന് തടി വെച്ച പോലെ ഉണ്ട് അവൻ രണ്ടാമത്തെ സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ വീണ്ടും പിടിക്കും വീട്ടിൽ ചെന്നിട്ട് വീണ്ടും പിടിച്ചിട്ട് വീണ്ടും നമ്മൾ സെറ്റ് ആക്കണം എനിക്ക് എന്നാന്ന് അറിഞ്ഞൂടെ ഇന്ന് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇന്നലെ ആ നൂഡിൽസ് ഒക്കെ കഴിച്ച് ഉപ്പും ഇതൊക്കെ കൂടുതലാണ് ഉപ്പും മസാല ഒക്കെ ഉണ്ടായിരുന്നു മുഖത്ത് ഇങ്ങനെ പഫ്നെസ് വരും നമ്മ കൂടുതൽ ഉപ്പ് മധുരമൊക്കെ അടിച്ചു തരാം കുഴപ്പമില്ല വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എല്ലാം ചെയ്യാം ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ പിടിച്ചോ മെച്ചി മലയാളത്തിലെങ്കിലും പറ ചന്തക്കെ മറ്റേ തേങ്ങ നല്ലായിരിക്കും വിചാരിച്ച് വാങ്ങിച്ച പക്ഷെ അതിന് വല്ല ഒന്നുമില്ല പാട്ടൊക്കെ ഇത് രണ്ട് മനസ്സിലാക്കുക കെട്ടിയോണ്ട് പറയണത് മേടിക്കും നല്ല കാറ്റുണ്ട് പക്ഷെ വിചാരിച്ചിട്ടാ ഇത് നല്ല മധുരമുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല കാറ്റുണ്ട് പക്ഷെ
എപ്പോ ഇപ്പൊ ഇത്ര നേരം വന്നിച്ചിരിക്കണായിരുന്നു, കുറച്ച് കാച്ചൊക്കെ കൊണ്ടപ്പോ സെറ്റ് ആയിരുന്നു. മാതിരി വിഷലായിരുന്നു അല്ലേ ഡാഡ? രസമായിരുന്നട്ടാ ഓരോ കഥകളെ ഡാഡന പറയാൻ പറ്റാത്ത കഥ. സോനു ഗ്രീൻ എങ്ങനെയുണ്ട് സോനു? ഗൈസ് അങ്ങനെ നമ്മള് തേനിയൊക്കെ പാസ്സായി കൊടൈക്കനാലിലെ ഹൈ റേഞ്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് കയറ്റം കയറിയതിന് മുമ്പായിട്ട് അവിടെ ആയിട്ട് ഒരു ടോൾ ബൂത്ത് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടെ ആയിട്ട് കുറച്ച് പേര് നമ്മള് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഇ പാസ് എടുത്തിട്ടുണ്ടാന്ന് ചോദിക്കും. അതായത് ഇപ്പൊ ഒരു കുറച്ചാളായി കൊടൈക്കനാല് വന്നവരെല്ലാരും നിർബന്ധമായിട്ടും ഇ പാസ് നമ്മൾ എടുത്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അല്ലാണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇ പാസ് എടുക്കുന്നതിന്റെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറുക, TN ഇ പാസ് അടിക്കുക, കൊടൈക്കനാൽ സെലക്ട് ചെയ്യുക, നമ്മൾ എത്ര പേരുണ്ടെന്നുള്ളത് അതിൻ്റെ അകത്ത് കാണിക്കുക, നമ്മുടെ ലീഗൽ നെയിം, അതേപോലെ തന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ, നമ്മൾ കൊടൈക്കനാലിലേക്ക് എവിടെയാണ് പോണത്, നമ്മുടെ വീട് എവിടെയാണ്, വണ്ടി നമ്പർ ഏതാണ്, ഇതൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഈസിയാണ്. അല്ല അത് ഈസി അല്ല, അറിയാണ്ടൊന്നും ഇല്ല. സൈറ്റിൽ കയറിക്കുമ്പോ തന്നെ ചെയ്യാൻ പറ്റും. അവരെ ഹെൽപ്പ് ചെയ്യും, പ്രശ്നം അവിടെ ആളുണ്ട്. അപ്പൊ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് OTP ഒക്കെ വന്ന് അപ്പൊ തന്നെ നമുക്ക് ഒരു PDF ഫയൽ വരും, ഒരു QR കോഡും വരും. നമുക്ക് അത് മേളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആരെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്യും, അവിടെ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക. അല്ലാണ്ട് കൊടൈക്കനാലിലേക്ക് പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൊടൈക്കനാലിലെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കണമല്ലോ, അല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ചോറ് മേടിച്ചാറൊന്നും നോക്കട്ടെ ഗൈസ്, 2 മണി കഴിഞ്ഞു. ഞാൻ എത്ര സ്ഥലത്ത് നിർത്തിയിട്ട് വേണമെന്ന് വെച്ചു. ഇന്ന് മൊത്തം എന്നെ കുറ്റം പറിച്ചിലാണല്ലേ. എപ്പോഴും നീങ്ങല്ലേ പറയണേ? എത്ര അടുത്ത് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ബിരിയാണി കഴിക്കണം, ഇവിടെ നിന്ന് ഇത് കഴിക്കണം, അത് കഴിക്കണം. തമിഴ്നാട് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രാൻഡ് ഹയാത്ത് പോലത്തെ റെസ്റ്റോറന്റ് നല്ല 36 ഡിഗ്രിയാ. എത്ര പുറത്തിറങ്ങുമ്പോ തന്നെ കരിഞ്ഞോ. ഞാനൊരു ഇച്ചിരി കാറ്റടിച്ചാൽ തന്നെ അപ്പൊ തന്നെ പോയി ഇടും. എന്തിനാ വെറുതെ കുറച്ച് മെനയുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അതല്ല, ഞാൻ വേറെ ആലോചിച്ചാണ്. അതല്ലാണ്ട് ടോയ്ലറ്റ് ഗസ്റ്റാ, പിന്നെയാണ് ഗസ്റ്റ് ആണല്ലോ നമ്മുടെ ബോഡി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കോക്കനട്ട് ഒക്കെ കുടിച്ചതാണ് അതില് ടോയ്ലറ്റ്. അപ്പൊ ഇനി ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ലെറ്റ്സ് ഗോ റൈറ്റ്. എന്നിട്ട് ഒരു നല്ല ഹോട്ടലും കിട്ടട്ടെ. ഹോട്ടലിൽ നിങ്ങൾ കൊടൈക്കനാൽ എത്താണെന്ന് നിങ്ങൾക്ക് കിട്ടില്ല. ഹൗ ലോങ് കൊടൈക്കനാൽ? നല്ല ഹോട്ടലിനൊന്നും പറയണ്ട, കൊടൈക്കനാലിലേക്ക് എത്ര കാണിച്ച സെറ്റപ്പിലെ പോലെ ഹോട്ടലിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഹൗ ലോങ് പറ? കൊടൈക്കനാലിലേക്ക് ഇന്നൊരു 1 million hours. 41 കിലോമീറ്റർ. 41 കിലോമീറ്റർ. അപ്പൊ കുറച്ച് കിടക്കണായിരിക്കും നല്ല. എനിക്കൊരു പമ്പെങ്കിലും കിട്ടി. ഞാനിപ്പോ കിടന്നിട്ട് എന്റെ മേത്തിലൊക്കെ വായനൊക്കെ ഒഴുകി മോളെ ഒഴിച്ചു. സത്യസന്ധത സഹിക്കും. അതന്നെ ഞാൻ പിന്നെ വെള്ളമൊക്കെ വെച്ച് തുടച്ച് ക്ലീൻ ആക്കി കൊടുത്തു. ഗൈസ്, അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്തി. കൊടൈക്കനാൽ റൂം എത്തി, ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് പോലും റൂമിൽ നിന്നിട്ടില്ലെന്ന് തോന്നുന്നു. എബ് പോട്ടിട്ടിട്ടുണ്ടായിരുന്നു, വാഷാക്കി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. എന്നിട്ട് ഡയറക്റ്റ് പുറത്ത് വന്ന് ബേബി ഇപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കും അവിടെ റെസ്റ്റോറൻറ്റിൽ. നമ്മളിവിടെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ. എബ്രു സോ എക്സൈറ്റഡ്, ഹി സ്റ്റാർട്ടഡ് പ്ലേയിങ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എബ്രുന്. 1 മിനിറ്റ് പോലും റൂമിൽ നിന്നിട്ടില്ല കള്ളന്മാർ, ഓടി വന്നാണ് ബോൾ വരാൻ വേണ്ടി ഇങ്ങനെ കൈ വെച്ചപ്പോ മഞ്ഞില്ലേ ബോൾ ഒഴണ്ട പോയി.
അയ്യോ ജൈഗുനെ ജയിലിട്ടേക്കണ Yay! Oh no! Oh no, good boy. അതിലിട്ടോ. ഓ അതിന്റെ ഉള്ളിലിടാനാണ്. ഓ ബാസ്കറ്റ് ബോൾ. അവന്റെ ബാസ്കറ്റ് ബോൾ ആണത്. അതെ പക്ഷെ അവനെ അറിയാം അങ്ങനെ എന്തോ ഒരു ഗെയിം ഉണ്ട്. വലിയ ഗ്രൗണ്ട് പോലെ നല്ല രസമുണ്ട് ഇരിക്കാനും കളിക്കാനും ഒക്കെ. അതിലല്ലേ തൂങ്ങിയതാന്ന് ഉമ്മച്ചി. ബോൾ എവിടെ ഇട്ടത്? ഒന്നും കിട്ടാത്തപ്പോ അതായിരിക്കും ഇനി ചോദിക്കാൻ പോണ. Hi. Yeah. Yay, good boy. എബിന് ഭയങ്കര ഇഷ്ടമായി. എബി പാസ് വയ്ക്കാറായി അവന്റെ ഏജ്. മുമ്പൊക്കെ വരുമ്പോ മനസ്സിലാവൂലല്ലോ ചെറുപ്പത്തില്. Now he's enjoying a lot, mashallah. ഞാനൊരു കോഫിയും കുടിച്ച് ഡാടെത്തി. ഡാഡ എടുത്ത് കളിക്കേ ഡാഡാ. യോ ഓ ബാസ്കറ്റ് ബോളാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ എറിയണായിരുന്നു. ഡാഡ ബോൾ ത്രോ 1 2 ഒട്ടാണ് ഒട്ട്. നിങ്ങക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് എറിഞ്ഞിട്ട് ഓടിയെടുക്കണ കള്ളൻ. ഞാൻ സ്കേർട്ട് ഇട്ട് പോയാലും ചെയ്ത്. ആടാൻ പറ്റിയ വയസ്സ്. ശരിയാ 4 വയസ്സ് കുറത്. ശരിയാ. എങ്ങനെ കറക്റ്റ് മനസ്സിലായി? ഇതെന്ത് കളിയാണ്? ഇറക്കാൻ വേണ്ടിയാടാ? ഇത് വേറെ കളി. കുറുമ്പൻ. ഓ നോ സൈഗു. എബു ഇതെന്താ പുതിയ കളിയാണോ? ഹലോ സേ ഹലോ ഡാഡ. ഹലോ ഇറങ്ങട്ടെ അവൻ ആദ്യം. ഹലോ പറ ഡാഡ. ഹലോ ഹായ്. വീ ഇത് വിതൗട്ട് മ്യൂസിക് ഇടും ഞാൻ. വലിച്ചു വീശ്. എന്നിട്ട് എന്നാട്ടാ നിക്കണവള്. വേണ്ടേ ചെറുക്കനവിടെ പോണ്. നടന്നോണ്ടൊരു പോക്ക്. എങ്ങോട്ടാണാവൂ?
നടന്നു വന്നി ഇങ്ങനെ ഒന്നും അല്ലടാ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ജീവിക്കണോ ഇനി? പറ നിങ്ങൾ വ്യൂവേഴ്സ് പറ. കാണാത്ത സുഹാനിത്തരം ഇക്കനെ കണ്ടോ? ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് കുഞ്ഞു സൈഗു ഞങ്ങളുടെ ഈ സ്റ്റോറി എടുക്കുക ഇതൊന്നും കിട്ടൂല. ഇതിലാണോ നിന്റെ ഫോണിലാണോ സ്റ്റോറി എടുക്കണ്ടേ? ഇല്ല നിക്ക് പണ്ടിരുന്നതാണ് പാർക്ക്. സ്റ്റോറി അയ്യോ ഇങ്ങനെ എടുക്കേണ്ടി വരും, അല്ല കിട്ടൂല. ഇങ്ങനെ എടുത്താല് അതൊരു വൈബാണ് എന്റെ ക്യാമറ. ഒരു തമിഴിൽ കിട്ടിയപ്പോ ചിഞ്ചിൻ ചക്ക ചിങ്കിൻ ചക്ക ഒരേ വെയിറ്റ് ആണ്. അല്ല ഞാൻ ബാക്കിലോട്ട് പോങ്കന് നാക്കട്ടെ. ഇവൻ ബെല്ലം പിടിക്കാൻ ചെറുതായിട്ട്. ഗുഡ് ബോയ്. നോക്കടാ സൈഡ് നോക്ക്, അന്നത്താരെ മേടിപ്പരുത്. കന്നത്താനെ പിടിച്ച് മേളിൽ പോയി. മാഷാഅല്ലാ 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 മാഷാഅല്ലാ. പോട്ടെ 1 2 3 വീ. മാഷാഅല്ലാ മാഷാഅല്ലാ വീ. അവനെ ഇറങ്ങാനുള്ള ഇതാണ്, എക്സൈറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് പകുതിക്ക്. ഇത് തന്നെ അതിപ്പോ തൂങ്ങ. കഥ പറയണ്ട, തൂങ്ങ് വേഗം. തൂങ്ങിയ പോലെ അതൊക്കെ പണ്ട് അപ്പൊ വർക്ക്ഔട്ട് ഉണ്ട് മോളെ, അപ്പൊ വർക്ക്ഔട്ട് ഉണ്ട്, വെയിറ്റ് ഇല്ല. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ ആഡ് ആക്കിയിട്ട് ഇടാം, ആൾക്കാർ കാണട്ടെ. ഭയങ്കര വെയിറ്റ്. നോക്കട്ടെ അപ്പത്തെ ഉണ്ടോ വീഡിയോ? അപ്പോഴത്തെ വീഡിയോ എനിക്ക് തരണോ കേട്ടോ സോനു, ഇതിൽ കാണിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ മോനെ നോക്കി എക്സൈറ്റ്. Where is Bhaiya? 1 2 3 4 5 6 7 8 9 10 മോനെ നല്ല അടിപൊളി തമിഴ്. പിന്നെ നീ എന്ത് വിചാരിച്ചേരം കൊണ്ടുവന്നിട്ട് അരമണിക്കൂറായിരുന്നു, പെട്ടെന്ന് തന്നെ എന്താണ് അല്ലെന്ന് ഇത് നോക്കിയ ഈ പീസ് നോക്കിയ ബീഫ് പോലെ ഇടുന്ന ചേച്ചി. പിന്നെ ബീഫ് ഇങ്ങനെ എന്താണത്? തമിഴ്നാട് മറ്റേ എന്താ പറയാ പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ കറി. അതായത് പൊറോട്ട ഞാനിപ്പോ നമ്മുടെ എന്താണ് തിന്ന് കുഴകുഴപ്പോയി 2 പൊറോട്ട ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുറത്ത് ഉടുക്കാത്ത തണുപ്പ് 17 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ തണുപ്പത് ഞാൻ ജസ്റ്റ് ഒരു വാക്ക് നടന്ന് അവിടുത്തെ തട്ടുകടയിൽ പോയിട്ട് ഞാൻ നോക്കുമ്പോ നല്ല ചൂട് പൊറോട്ട, നമ്മുടെ അവിടുത്തെ പോലെ അല്ല പൊറോട്ട അടിക്കണം. അവര് ഫസ്റ്റ് ഇടുന്ന ഇങ്ങനെ കൊമള പോലെ ഇങ്ങനെ വീർത്തു വരും, ബൂര് പോലെ. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അവരത് അടിച്ച് തിരിച്ച് കൈക്ക് ഇങ്ങനെ അടിച്ച് കണ്ടപ്പോ തന്നെ പുതിയ നേരെ റൂമിലേക്ക് പാർസൽ എടുത്തോണ്ട് വന്നു. ഞാൻ ബസ്സിൽ പുറത്ത് ജസ്റ്റ് കാറ്റോളാൻ വെതറൊക്കെ നോക്കാൻ വേണ്ടി പോയെന്നപ്പോ ഞാനും പുറത്തോട്ട് പോയേ. എന്നിട്ട് താൻ എവിടെയാണ് ചോദിച്ചു. ഞാൻ പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു.
നോക്കുമ്പോ ഞാൻ പുറത്തല്ല, ഞാൻ റോട്ടിലാണ്. എന്നാ പിന്നെ ഞാൻ ആ ബോൺഫയറിന്റെ അവിടെ ഒക്കെ പോയിരുന്ന് ഇവരെ വിളിച്ചു. അപ്പഴേക്കും പശുവിനെ പാർസലായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ റൂമിലോട്ട് തിരിച്ചു വന്നു. സുനു ഇരുന്ന് കഴിക്കും. തന്ന മോളും കൂടി ഇരുന്ന് കഴിക്കണേ. തന്നക്ക് പിന്നെ ബെഡിലും വെച്ച് കഴിക്കണം. അല്ല, ഓപ്ഷൻ പിന്നെ ബെഡിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ അതും വളഞ്ഞൂത്തിരിക്കണോ, അതിനെക്കട നിക്കണ തന്നെയെന്ന് പറഞ്ഞു. ആ എന്തൊരു കൊതി. ചൂട് ചൂട് തണുപ്പത്ത് നല്ല ചൂട് ചൂട് പൊറോട്ടയും ചിക്കൻ കറി വേറെ കറി. സുനു ഒന്നും മിണ്ടല്ല, തീറ്റയോ തീറ്റ. 2 ദിവസത്തില് ഇത്ര ദിവസം നമ്മ ഫുഡൊക്കെ പിടിച്ചതൊക്കെ പോയി. ഓ ഞാനെന്ത് തീറ്റയായിരുന്നു. അത് തന്നെ ഇപ്പൊ ഫുഡ് കിട്ടാത്ത പോലെ കഴിക്കണേ. ആ വീട്ടിൽ ചെന്നാ പിന്നെ അത് തന്നെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. കോമ്പറ്റീഷൻ ഒന്നും ഇറങ്ങാൻ വേണ്ടി പോണല്ലോ. ജീവിതം ഓക്കെ കഴിക്ക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. കഴിക്കാൻ ഉണ്ടാവുന്നറിയില്ല. ഇപ്പൊ നമ്മ എത്ര പൊറോട്ട തീർത്തു? 4 തീർത്തില്ലേ? 4 തീർത്ത് ആകെ കൊണ്ടത് 6 ഉണ്ടാ. മഷുവിന് പിന്നെ മഷുവിന് അപ്രൂവലും മറ്റേ ഇത് മതി എന്ന് പറഞ്ഞു. ദോശ, തട്ടുദോശ. എനിക്ക് ദോശ നല്ല ദോശ, എപ്പു തിന്നുന്ന ദോശ. ചൂവ സൈഗ് വെറുതെ കിടക്കണ, ഉറങ്ങിയിട്ടൊന്നുമില്ല. ആഹാ ദോശ തിന്നുന്നു, സെമ്പറും ചട്നി. അടുത്ത പൊറോട്ട 6 നമ്മുടെ കണക്കാണോ? ആർക്കാണ്? എനിക്കും സൈഗോനും. എത്രണ്ണം മേടിച്ച് കാർജിരിക്കണേ? എത്രണ്ണം മേടിച്ച്? നല്ല ബാക്കി പറഞ്ഞു കഴിച്ചോ കഴിച്ചോ മക്കളെ കഴിച്ചോ കഴിച്ചോ. അതിന് കണക്ക് നോക്കി എടുക്കണ്ടോ? കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചിട്ട് എന്ത് കാര്യമൊക്കെ. ഞാൻ ഒറ്റക്ക് കഴിച്ചോളാം തന്നെ. എനിക്ക് സമാധാനത്തിൽ കഴിക്കണം. ടോൺ മാറി വന്നിട്ട് പൊറോട്ട തീർന്നു പറഞ്ഞപ്പോ കുഴപ്പമില്ല. പക്ഷെ പൊന്നിയം പോയി മേടിക്കും പുറത്ത്. അത്ര പെണ്ണായം പോയി മേടിക്കും. പെണ്ണായം പോയി മേടിക്കും. കുറച്ച് സ്റ്റൈലാക്കി പറഞ്ഞോ. ഇങ്ങനെ കുഴച്ച് ഇതിങ്ങനെ എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു പിടുത്തോണ്ട് മോളെ. നല്ല എരിവുള്ള സ്പൈസി മസാല. ഞങ്ങൾ കഴിച്ചോ? നിന്റെ ഞാൻ കഴിച്ചു. 2 നേരം കൊല്ലോന്ന്. പ്രശ്നമൊന്നുമില്ല. ഈ കവറിലെന്താ ചിക്കൻ കറിയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ഇതൊക്കെ ഞങ്ങൾ തിന്നട്ടെ.